ഹലോ ഗൈസ്, ഇന്ന് ഈവനിങ് വിച്ചുവിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കൊല്ലത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിന് ഞാനും ഒരുങ്ങി കെട്ടിപ്പോയി. ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ചെറുക്കനെയും പെണ്ണിനെയും കണ്ടു. പെണ്ണിൻ്റെ ഡ്രസ്സിങ് കണ്ടിട്ട് നല്ല രസമുണ്ട്, പക്ഷേ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് അറിയാൻ വയ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ചായ കുടിക്കാമെന്ന്. ഞാൻ ചായയല്ല കുടിച്ചത്, ഞാൻ പാലിമള്ളമാണ് കുടിച്ചത്. ഞാൻ എടുത്ത് ഗ്ലാസ് വെക്കുന്നതെല്ലാം ആ ചേച്ചി പറക്കൊണ്ട് പോകുമായിരുന്നു. അവസാനം എനിക്ക് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ പുള്ളിക്ക് അടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടാണ് എനിക്ക് ഒഴിച്ചെടുത്ത് തന്നത്. പിന്നെ ഞാൻ അതൊക്കെ കുടിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ ചെന്നിട്ട് ഫുഡ് വെക്കാനായിട്ട് 2 തവണ താഴെ ഇറങ്ങി വന്നു. അപ്പം രണ്ടാമത് വന്നപ്പോഴത്തേക്ക് കണ്ടുപിടിച്ച സ്ഥലമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗുലാബ് ജാമുൻ. അപ്പോൾ ഗുലാബ് ജാമും ഐസ്ക്രീമും കൂടെ ഉള്ളൊരു മിക്സാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞാൻ ഒരു അപ്പവും ഇച്ചിരി ചിക്കൻ കറിയാണ് കഴിച്ചത്. ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. എനിക്കങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് മാറ്റാനായിട്ട് ഗുലാബ് ജാമുൻ ഐസ്ക്രീമും കൂടെ കുടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് കുറച്ച് റൈസ് കൂടെ മേടിക്കാമെന്ന്. അങ്ങനെ റൈസ് മേടിക്കാനായിട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ ടേബിളിൻ്റെ അടിയിൽ മൊത്തം വെള്ളമായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് കിടക്കുന്നത് ഡ്രോണായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ റൈസ് മേടിച്ച് കഴിച്ച് ബിരിയാണി അല്ലായിരുന്നു, നെയ്ച്ചോറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ മേളിൽ വന്ന് പിന്നെ അവർക്ക് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈവനിങ് ഫംഗ്ഷൻ ആയിരുന്നേ. എൻ്റെ പൊന്നെ അടിപൊളി വൈബായിരുന്നു. ഫാമിലി അവരുടെ വൈബ് സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നെ നോക്കി എല്ലാവരും ഒരേ വൈബ്. ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, അടിപൊളി വൈബായിരുന്നു. അങ്ങനെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പോസ്റ്റ് ആയിരുന്നെങ്കിലും ഞാനതൊക്കെ നോക്കിയിരുന്ന് എന്തായാലും ബോറടിക്കാതെ പോയി. ഇത് അവിടെ ഉള്ളൊരു റിലേറ്റീവ് ചേച്ചിയുടെ കൊച്ചാണ്. ചേച്ചി പാടാൻ പോയപ്പോൾ ഞാൻ ഒന്ന് എടുത്തേടാം. അപ്പോൾ ഒരു പൊടിയെല്ലാം വലിച്ചെറിച്ചെടുക്കുമായിരുന്നേ. മുസ്ലിം കല്യാണത്തിന് പോയിട്ട് ഹിന്ദു ദൈവത്തിൻ്റെ പാട്ട് പാടാൻ പറ്റും സക്കീർ ഫൈക്ക് എന്നാൽ അതും ഉണ്ടായിരുന്നു ഇവിടെ. അവരതും നല്ലൊരു എൻജോയ്മെൻറ്റായി എടുത്തുകൊണ്ട് അടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.